ഹലോ, ഞാൻ ഡോക്ടർ സജീവ് ദേവ്. ഡാർക്ക് സൈക്കോളജിയിൽ ഏറ്റവും അപകടകരമായൊരു കുതന്ത്രമാണ് ബെയ്റ്റ് ആൻഡ് സ്വിച്ച്. ബെയ്റ്റ് ആൻഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ പ്രലോഭനം. ബെയ്റ്റ് പ്രലോഭനം എന്നാണ് അല്ലേ, സ്വിച്ച് മാറ്റം. അതായത് ഈ ബെയ്റ്റ് ആൻഡ് സ്വിച്ച് എന്നുള്ള ഈ കുതന്ത്രം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കച്ചവടങ്ങളിലാണ്. കച്ചവടങ്ങളിൽ ഒരു വിപണന കുതന്ത്രമായിട്ടാണ് ബെയ്റ്റ് ആൻഡ് സ്വിച്ചിന് ഉപയോഗിക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പല മാളുകളിലും 50% ഓഫ് ലോകം മുഴുവൻ പരസ്യം ചെയ്യും, 50% ഡിസ്കൗണ്ട്. അവിടുത്തെ എല്ലാ പ്രൊഡക്റ്റിനും 5 ദിവസത്തേക്ക് 50% ഡിസ്കൗണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അവിടെയുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഓപ്പോൻ്റെയും നോക്കിയയുടെയും എല്ലാ സാധനത്തിനും നമ്മൾക്കിത് കിട്ടും എന്നൊക്കെ കരുതിയിട്ട് ആളുകൾ ഇടിച്ച് കയറി തള്ളി ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ കയറി ചെല്ലും. അവിടെ കയറി ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ആഗ്രഹത്തോടു കൂടി ചെന്നിട്ട് സാംസങ്ങിൻ്റെ ഒരു വലിയ മൊബൈൽ ഫോൺ ആയിരിക്കും നമ്മൾ ആഗ്രഹിച്ചേക്കണത്. നമ്മൾ അവിടെ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അവിടെ ചെന്ന് ചോദിക്കും, പറയും സാർ വരുന്നതിന് ഒരു മുമ്പ് ഇപ്പോൾ ലാസ്റ്റ് പീസ് വിറ്റുപോയി, ഇനി അതില്ല, ഇനിയുള്ളത് ഇവിടെ വേറൊരു കമ്പനിയുടെയാണ്, ആ കമ്പനിയുടെ മാത്രമേ ഉള്ളൂ ഓഫറിൽ, 50% ഓഫറിൽ. അപ്പോൾ കമ്പനിയുടെ പേര് ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കണ കമ്പനി ആയിരിക്കും, സാർ ഇതിന് ഓഫറുണ്ട്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയും. ബെയ്റ്റ് ആൻഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ആളുകളെ ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രലോഭിപ്പിച്ച് ആളുകൾ അകത്ത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഈയമ്പാറ്റകളെ പോലെ അതിൽ കൊണ്ട് ഇടുക എന്നുള്ളതാണ്. അതിൽ കുറേ പേര് പെടും. കാരണം എന്തായാലും പോയതല്ലേ, ഇനി അത് മേടിച്ചേക്കാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഓഫറുകൾ ആവറേജ് കേരളത്തിലെ മലയാളികൾ എപ്പോഴും പെട്ടുപോകുന്ന ഓഫറുകളാണ്. ഒന്നിനൊന്ന് ഫ്രീ, 50% അല്ലേ. മിക്കവാറും എല്ലാ സാധനങ്ങളും ഇപ്പോൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നിനൊന്ന് ഫ്രീ കൊടുക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം എടുത്താൽ 2 എടുത്താൽ ഒരെണ്ണം ഫ്രീ. അങ്ങനത്തെ ഒരു ഫ്രീ എന്ന് പറയുന്ന സൗജന്യമായ പോകുന്ന ഒരു കോൺസെപ്റ്റിലൂടെയാണ് ഇന്ന് കച്ചവടം പോകുന്നത്. ഒരു കച്ചവടത്തിൻ്റെ ഒരു കുതന്ത്രമാണത് അല്ലേ. വലിയ ജയൻറ്റുകൾ ചെയ്യുന്ന ഒരു വലിയ കുതന്ത്രമാണ് ഈ ബെയ്റ്റ് ആൻഡ് സ്വിച്ച്. ബെയ്റ്റ് ആൻഡ് സ്വിച്ച് കച്ചവടത്തിൽ മാത്രമാണോ? ചില കാറുകളുടെയൊക്കെ പരസ്യം കാണും. കാറുകളുടെയൊക്കെ പരസ്യം കണ്ട് അവിടെ ചെല്ലുമ്പോഴായിരിക്കും റേറ്റൊക്കെ പറയുമ്പോൾ, സാർ ഇതിൻ്റെ ബേസിക് മോഡലാണ്, അതില്ല, അപ്പോൾ അതൊന്നും ഇല്ല ഇതിലല്ലേ, അതൊന്നും ഇല്ല അല്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചെറിയ 1 ലക്ഷം രൂപ പ്രതീക്ഷിച്ച് അവിടെ ചെല്ലുമ്പോൾ ലാസ്റ്റ് 5 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറയുന്ന അവസ്ഥ, 5 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. എന്ത് കാര്യങ്ങളും അങ്ങനെ. ഈ ബെയ്റ്റ് ആൻഡ് സ്വിച്ചിൻ്റെ കച്ചവടങ്ങളിൽ മാത്രമാണോ കാണുന്നത്? പ്രലോഭനങ്ങൾ അവിടെ മാത്രമല്ല, ജോലി സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് അല്ലേ. ബെയ്റ്റ് ആൻഡ് സ്വിച്ച് ആ കുതന്ത്രം കാണും. എങ്ങനെയാണ്? തൻ്റെ ബോസ് ഒരു ജീവനക്കാരനെ വിളിച്ചിട്ട് പറയുന്നു, നിനക്ക് ഞാനൊരു വലിയൊരു പ്രൊമോഷൻ വാഗ്ദാനം ചെയ്യുന്നു, നീ മിടുക്കനാണ്, നിൻ്റെ പ്രവൃത്തി ഞങ്ങൾക്ക് ഇവിടുത്തെ മാനേജ്മെൻറ്റിന് ഇഷ്ടമായിട്ടുണ്ട്, നീ അതുകൊണ്ട് കൂടുതൽ നേരം കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് വലിയൊരു പ്രൊമോഷൻ ഞാൻ ഓഫർ ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ ആ പ്രൊമോഷൻ എന്ന് പറയുന്ന ആ പ്രലോഭനത്തിനെ ഭയങ്കരമായിട്ട് ആകർഷിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ആള് പണിയെടുക്കാൻ തുടങ്ങും. വളരെ സങ്കടകരമായ രീതിയിലായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക. കുറേ കഴിയുമ്പോൾ ഈ ബെയ്റ്റ് ആൻഡ് സ്വിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. ബോസിൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ലല്ലോ, സോറി, കാരണം വെച്ചാൽ നിന്നെക്കാളും നല്ല ആൾ വേറെ ഉണ്ടായതുകൊണ്ട് പ്രൊമോഷൻ ആൾക്ക് കൊടുക്കേണ്ടി വന്നു, നിനക്ക് ആ പ്രൊമോഷൻ തരാനായിട്ട് സാധിച്ചില്ല. ഇനി രാഷ്ട്രീയത്തിൽ ബെയ്റ്റ് ആൻഡ് സ്വിച്ച് ഇല്ലേ. രാഷ്ട്രീയത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇങ്ങോട്ടെടുത്ത് ചാടിക്കുമ്പോൾ ഇവിടെ വലിയ പോസ്റ്റ് കൊടുക്കാം, വലിയ കാര്യങ്ങളൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അറിയണത് ഒരു പണിയും കിട്ടില്ല, അവിടത്തേനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ, തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവിടെ പെട്ടുപോകുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ടല്ലേ. ഇനി ചില ഫുട്ബോളുകളൊക്കെ നന്നായി ഫുട്ബോൾ കളിക്കുന്ന, സന്തോഷ് ട്രോഫിയൊക്കെ കളിച്ചിട്ടുള്ള മിടുക്കന്മാരായ കളിക്കാരെ കേരളത്തിന് പുറത്തുള്ള ചില ക്ലബ്ബുകൾ വലിയ ആകർഷണമൊക്കെ പറഞ്ഞ്, പ്രലോഭനങ്ങളൊക്കെ പറഞ്ഞ്, വലിയ ഓഫറൊക്കെ പറഞ്ഞിട്ട് കളിക്കാൻ വിളിച്ചിട്ട് ആ ടീമിൽ കൊണ്ടുവരുത്തി ഒരു കളി പോലും കളിപ്പിക്കാതെ അവൻ്റെ ആ മനക്കരുത്ത് പോലും തകർത്ത് കളയുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എവിടെയൊക്കെയാണുള്ളത്? ഇത് കച്ചവടത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ. കുടുംബങ്ങളിലും ഇതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങൾ ചില അച്ഛനും അമ്മയും കുട്ടികൾക്ക് കൊടുത്തിട്ട് നടക്കില്ല എന്ന് അറിഞ്ഞിട്ടും നടക്കാത്ത പ്രലോഭനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികൾക്ക് അത് കൊടുത്ത് നടത്താൻ പറ്റാണ്ട് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്കതൊരു വിഷമാവും. ലാസ്റ്റ് ഈ കൊടുക്കുന്നവർക്കൊരു കുറ്റബോധമൊക്കെ ആയി മാറുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അത് മാറുന്നുണ്ട്. ഇനി ചിലവരൊരു ലൈഫിൽ അങ്ങോട്ട് പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ, പരസ്പരം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്ന ആളുകൾ ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങളിലൂടെ കൂടുതൽ ഇഷ്ടപ്പെടലൂടെ കൂടുതൽ അതായത് അവരെ കൂടുതൽ നേരം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോടൊരു പ്രത്യേക ഇഷ്ടം കാണിച്ചുകൊണ്ട് കൂടെ നിർത്തുമ്പോൾ മറ്റുള്ള ആളെന്ത് വിചാരിക്കും? ഒരു ഭയങ്കരമായ ഇഷ്ടമാണ് എന്നെ എന്ന് കരുതി അവർ തമ്മിൽ വലിയൊരു പേഴ്സണൽ റിലേഷൻ ബിൽഡ് ചെയ്ത് വരുന്ന സമയത്തായിരിക്കും അറിയണത് ആ ഒരു പേഴ്സണൽ റിലേഷനിൽ അത്രയധികം ഒന്നും ആത്മാർത്ഥത ഇല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അവിടെയാണ് ആളുകൾ തകർന്നു പോകുന്നത്. തൻ്റെ കുടുംബങ്ങളിലായിക്കോട്ടെ, സൊസൈറ്റിയിലായിക്കോട്ടെ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലായിക്കോട്ടെ, രാഷ്ട്രീയ തലങ്ങളിലായിക്കോട്ടെ,
തലങ്ങളിലായിക്കോട്ടെ, കച്ചവട തലങ്ങളിലായിക്കോട്ടെ, ഈ ബെയ്റ്റ് ആൻഡ് സ്വിച്ച് എന്ന് പറയുന്ന കുതന്ത്രം ഒരുപാട് ആളുകളെ വിഷമിപ്പിക്കുന്ന ഒരു കുതന്ത്രമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ആവശ്യത്തിലധികം പ്രലോഭനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ വെച്ചിട്ട് വേണ്ടാന്ന് വയ്ക്കുക. രാവിലെ എണീറ്റ് പേപ്പർ നോക്കുന്ന സമയത്ത് 50% ഓഫർ ഉണ്ടെങ്കിൽ ആ പേപ്പർ ചുറ്റിക്കൂട്ടി കളയാൻ ശ്രമിക്കുക, അങ്ങോട്ട് പോവാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരാൾ വന്നിട്ട് നടക്കാത്തൊരു വലിയൊരു ഓഫറാണ് പറയണമെങ്കിൽ അത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നടക്കൂല എന്ന് വിചാരിക്കുന്ന വല്ലാത്തൊരു ഓഫറാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നമ്മളതിനെ നിരസിക്കുക. നിങ്ങളുടെ ഓഫീസിലുള്ള നിങ്ങളുടെ ബോസ് വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വലിയൊരു പ്രൊമോഷൻ തരാൻ പോകുന്നു, 3 മാസത്തിനുള്ളിൽ നിങ്ങൾ വലിയമായി വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പാടി സ്വീകരിക്കാതെ അദ്ദേഹത്തോട് പറയുക, സാർ റിട്ടേൺ ലെറ്ററിൽ എനിക്ക് തരിക, ഞാൻ ചെയ്തോളാം, 3 മാസത്തിനുള്ളിൽ ഇത് ചെയ്താൽ എനിക്ക് ഉറപ്പായിട്ടും ഞാനിത് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ പ്രൊമോഷൻ കിട്ടുമെന്ന് എനിക്ക് എഴുതി തരണം സാർ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നന്നായി അടുക്കുന്ന ഒരാൾ ആവശ്യത്തിലധികം പ്രലോഭനങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ആ ബന്ധം വേണ്ടാന്ന് വയ്ക്കുക. പ്രലോഭനങ്ങളെ ഇല്ല എന്ന് വയ്ക്കുക, കാണാതിരിക്കുക. ഇത് മാത്രമാണ് ബെയ്റ്റ് ആൻഡ് സ്വിച്ച് എന്ന് പറയുന്ന ഡാർക്ക് ഫിലോസഫിയിലെ, ഡാർക്ക് സൈക്കോളജിയിലെ കുതന്ത്രങ്ങളെ വേണ്ടാന്ന് വയ്ക്കാനും ഇല്ലാതെ വയ്ക്കാനും, ഈ കുതന്ത്രം മൂലം, ഈ ബെയ്റ്റ് ആൻഡ് സ്വിച്ച് എന്ന് പറയുന്ന ഈ കുതന്ത്രം മൂലം സങ്കടങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ ഒരു കുതന്ത്രങ്ങൾ കാണുമ്പോൾ തന്നെ തിരിച്ചറിയുക, അതിനെ വേണ്ടാന്ന് വയ്ക്കുന്ന, അതിൽ നിന്ന് അകലം പാലിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനിയും ഇതുപോലെയുള്ള ഡാർക്ക് സൈക്കോളജിയിലെ ഒരുപാട് കുതന്ത്രങ്ങളും നല്ലതും ചീത്തകളുമായ കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.